മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന പോലും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് പറയുന്നത്, എന്റെ ഖബറിനെ ഒരിക്കലും നീ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി വിട്ടുകൊടുക്കരുത് റബ്ബേ. അവസാനിപ്പിച്ചില്ല. രണ്ടാമത്തെ പ്രാർത്ഥന കൂടി കേട്ടോളൂ. അല്ലാഹുമ്മ അല്ലാഹുവേ ലാ തജ്അൽ ഖബരി ഈദാ. റബ്ബേ, എന്റെ ഖബറിനെ നീ ഒരു ഉത്സവപ്പറമ്പാക്കി, ഒരു ഉറൂസിന്റെ കേന്ദ്രമാക്കി മാറ്റി കൊടുക്കരുത് റബ്ബേ എന്ന് ലോകത്ത് നിന്ന് വഫാത്താകുന്ന അന്ന് പോലും മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാട്ടിലെ പണ്ഡിതന്മാരോട് പോയി ചോദിച്ചു നോക്കൂ. നിങ്ങൾ മുജാഹിദിന്റെ പ്രസംഗത്തിൽ കേട്ടതാണ്. വഫാത്താകുന്ന അന്ന് പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ വഫാത്തായത് എന്ന് ശരിയാണോ എന്ന് അന്വേഷിച്ചു നോക്കൂ. ഹദീസിൽ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കൂ. അതേ, അവിടെ ഉറൂസില്ല. മുത്തുനബിയുടെ ഖബറിന്റെ മുമ്പിൽ ഒരു ചന്ദനത്തിരിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖബറിന്റെ ചുറ്റും യന്ത്ര ഊഞ്ഞാലുകളും മരണക്കിടറുകളും സർക്കസ് കൂടാരങ്ങളും ഇല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖബറിൽ ഇവിടുന്ന് പോകുന്ന ഉംറക്കോ ഹജ്ജിനോ പോകുന്ന ആളുകൾ ആ മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് സലാം പറയാൻ വേണ്ടി പോകുമ്പോ ഒരു പച്ച പുതപ്പിട്ട് മൂടാൻ അനുവദിക്കുന്നില്ല. അവിടെ മുത്തുനബിയുടെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടി നബിയേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണത്. ഒരു നാണയത്തൊട്ട് ഇവിടുന്ന് പോകുന്നവർക്ക് എറിയാൻ സമ്മതം കൊടുത്തിരുന്നെങ്കിൽ സൗദി ഗവൺമെന്റിന് മദീനയുടെ പരിസരത്ത് മാറ്റങ്ങളുടെ വിപ്ലവം സൃഷ്ടിക്കാനുള്ള വരുമാനം ഉണ്ടാകുമായിരുന്നു. ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കോടികളും അവിടെ ഇടാൻ മുസ്ലിങ്ങൾ റെഡിയാകുമായിരുന്നു. അങ്ങനെ ഒരു ആചാരം പണമെറിഞ്ഞുകൊണ്ട് കാണിക്ക സമർപ്പിച്ചുകൊണ്ട് ഒരു ആചാരമോ അനുഷ്ഠാനമോ ആരാധനയോ അല്ലാഹുവിന്റെ ദീനിൽ ഇല്ലാത്തത് കൊണ്ട് സമ്മതിച്ചിട്ടില്ല ഇന്നുവരെ.